ഹരേ കൃഷ്ണ. വിശ്വകർമ്മൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ശില്പിയും ജ്ഞാനത്തിന്റെ പ്രകാശവുമാണ്. നാം നിത്യവും വണങ്ങുന്ന ദൈവങ്ങൾക്കും അവർ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾക്കും രൂപം നൽകിയ വിശ്വകർമ്മ ചൈതന്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ത്രിമൂർത്തികളും സപ്തർഷികളും ഗായത്രി ദേവിയെ വണങ്ങുമ്പോൾ ആ ചൈതന്യത്തിനെ ലോകത്തിന് ദൃശ്യമാക്കിയ വിശ്വകർമ്മ ദർശനം എന്താണെന്ന് നാം തിരിച്ചറിയണം. ആരാണ് വിശ്വകർമ്മൻ? നമുക്കൊന്ന് നോക്കാം. വിശ്വകർമ്മൻ എന്നാൽ കേവലം ഒരു പണിക്കാരനല്ല. അദ്ദേഹം പ്രപഞ്ചത്തിന്റെ ആദിശില്പിയാണ്. ജന്മനാൽ ബ്രാഹ്മണ്യം സിദ്ധിച്ചവനാണ് വിശ്വകർമ്മൻ. ഇവിടെ ബ്രാഹ്മണ്യം എന്നത് കുലത്തിന്റെ അടയാളമല്ല, മറിച്ച് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും നിർമ്മാണ തത്വങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ജ്ഞാനമാണത്. ഈശ്വരനെ നേരിട്ട് കണ്ടവനും അനുഭവിച്ചറിഞ്ഞവനും മാത്രമേ ഈശ്വരന്റെ രൂപത്തെ ശിലയിൽ ആവാഹിക്കാൻ കഴിയൂ. വിശ്വകർമ്മൻ കല്ലിൽ ശില കൊത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ശിലയ്ക്കുള്ളിൽ നിഗൂഢമായിരിക്കുന്ന ഈശ്വര രൂപത്തെ തന്റെ ജ്ഞാനത്താൽ പുറത്തെടുത്ത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല നിർമ്മിതികൾക്കും പിന്നിലുള്ള ആ ചൈതന്യമാണ് വിശ്വകർമ്മൻ എന്നത്. ശാസ്ത്രത്തിന്റെ ആദിരൂപം ഇരുമ്പ് എന്താണെന്ന് ലോകം തിരിച്ചറിയുന്നതിനും എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് മണ്ണിൽ നിന്നും ലോഹ അയിരുകളെ വേർതിരിച്ചെടുക്കാനും അവയെ ഉരുക്കി ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റാനും വിശ്വകർമ്മജർക്ക് സാധിച്ചിരിക്കുന്നു. ഈ ജന്മസിദ്ധമായ സാങ്കേതിക വിദ്യയാണ് ലോകത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടിട്ടുള്ളത്. നാം ഇന്ന് കാണുന്ന മെറ്റലർജി, ആർക്കിടെക്ചറൽ എന്നിവയുടെ എല്ലാം ആദിരൂപം നമ്മുടെ പൂർവികരുടെ വിരൽത്തുമ്പിലുണ്ടായിരുന്നു. അറിവിന്റെ കൈമാറ്റവും വരുംകാല പ്രസക്തിയും കാലം ഇന്ന് മാറി. ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ, സ്പേസ്, ട്രാവൽ എന്നിവയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ പരമ്പരാഗതമായ പല തൊഴിലുകളും ഇന്ന് യന്ത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ഇവിടെയാണ് വിശ്വകർമ്മജരുടെ പുതിയ നിയോഗം ആരംഭിക്കുന്നത്. സൃഷ്ടിപരമായ ബുദ്ധി ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ്. വിശ്വകർമ്മജരുടെ സർഗാത്മകതയാണത്. നമ്മുടെ യുവതലമുറ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം നേടി ഈ പുതിയ മേഖലകളിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ജപ്പാൻ മാതൃകയിലുള്ള ആൾക്കാര് തങ്ങളുടെ പാരമ്പര്യമായ നിർമ്മാണ വൈദഗ്ധ്യത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കുന്നതിലൂടെയാണ് ജപ്പാൻ ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇതേ മാതൃക പിന്തുടരാൻ നമുക്കും സാധിക്കണം. നമ്മുടെ ഭാവി നമ്മുടെ കൈകളിൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഈ രക്തത്തിലുള്ള ഈ നിർമ്മാണ ജ്ഞാനം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. നാളത്തെ മാനുഫാക്ചറിംഗ് രംഗം ഡാറ്റയും അൽഗോരിതങ്ങളും കൊണ്ട് നിയന്ത്രിക്കപ്പെടുമ്പോൾ അവിടെ നമ്മുടെ പാരമ്പര്യ സിദ്ധമായ സാങ്കേതിക അറിവുകളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. വിശ്വകർമ്മ കുലം എന്നത് കേവലം ഒരു സമുദായമല്ല, മറിച്ച് അത് ലോകത്തെ നിർമ്മിച്ച ശാസ്ത്രജ്ഞരുടെ പരമ്പരയാണ്. ആ അഭിമാനത്തോടെ ആധുനിക വിദ്യകൾ സ്വായത്തമാക്കി മുന്നോട്ടു പോകണം. ഒരു പുതിയ അറിവിലൂടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജയ് ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.